കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. മർക്കോസിന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു ജനത്തോട് പറഞ്ഞു, വിളക്ക് കൊണ്ടുവരുന്നത് പറയുടെ കീഴിൽ വയ്ക്കാനോ കട്ടിലിൻ്റെ അടിയിലോ വയ്ക്കാനോ ആണോ? പീഠത്തിന്മേൽ വയ്ക്കാനല്ലേ? വെളിപ്പെടുത്താതെ മറഞ്ഞിരിക്കുന്നതൊന്നുമില്ല, വെളിച്ചത്ത് വരാതെ രഹസ്യമായിരിക്കുന്നതും ഒന്നുമില്ല. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. അവൻ പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുവിൻ. നിങ്ങൾ അളക്കുന്ന അളവിൽ തന്നെ നിങ്ങൾക്ക് അളന്ന് കിട്ടും, കൂടുതലും ലഭിക്കും. ഉള്ളവന് നൽകപ്പെടും, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുപോലും എടുക്കപ്പെടും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോമിശിഹായിൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്ന പ്രിയ മാതാപിതാക്കളെ, സഹോദരീ സഹോദരങ്ങളെ, നമ്മൾ വായിച്ചു കേട്ട രണ്ട് വചനഭാഗങ്ങളും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മളെ ഏറ്റവും സൗമ്യമായി സുഗമമായി മുന്നോട്ട് പോകുവാനായി സഹായിക്കുന്ന ചില തത്വങ്ങളാണ്. വായിച്ചു കേട്ട ഒന്നാമത്തെ ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനത്തിൽ പറയുന്നു, വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവം. വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവം നമ്മുടെ കൂടെയായിരിക്കും. അവരോട് ചേർന്ന് അവനിലുള്ള പ്രത്യാശ മുന്നോട്ട് പോകും. അതുപോലെ തന്നെ വീണ്ടും പൗലോസ്ലീഹ പറഞ്ഞു വെക്കുന്ന കാര്യം, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നന്മ പ്രവർത്തികളും സൽപ്രവർത്തികളും ചെയ്യുന്നതിൽ പ്രോത്സാഹിപ്പിക്കാം. ഈ ഒരു വചനഭാഗം നമ്മൾ ധ്യാനിക്കാൻ തുടങ്ങുമ്പോൾ, നമ്മുടെ ജീവിതങ്ങളെ പരിശോധിക്കുമ്പോൾ നമ്മൾ എപ്രകാരമാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുന്നത്. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ എവിടെയെങ്കിലും ഒരു വല്ല കുറ്റങ്ങളോ കുറവുകളോ എന്തെങ്കിലും വീഴ്ചകളോ കാണുമ്പോൾ അത് പരസ്പരം പൊക്കിയെടുത്തുകൊണ്ട് എല്ലാവരുടെയും മുമ്പിൽ പ്രദർശിപ്പിക്കുക എന്നുള്ളത് നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം തരുന്നൊരു കാര്യമാണ്. പക്ഷേ പൗലോസ്ലീഹ പറയുകയാണ്, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ സൽപ്രവർത്തികൾ ചെയ്യുന്നതിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രോത്സാഹിപ്പിക്കുകയും പ്രകാരം ഈ ഒരു നന്മ പ്രവർത്തികൾ, നമ്മുടെ ഉള്ളിലെ നന്മ മറ്റുള്ളവർക്ക് അതൊരു വലിയ പ്രകാശമായിട്ട് മാറണം എന്നുള്ളത് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുക. ഇന്ന് പലപ്പോഴും ഇപ്രകാരം നമ്മൾ ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒത്തിരിയേറെ അസ്വസ്ഥതകൾ നമ്മുടെ ജീവിതത്തിലെ ബന്ധങ്ങളിലൊക്കെ അത് ഒത്തിരിയേറെ അസ്വസ്ഥതകൾ മാറി കൂടുതൽ ഉണർവോടെ മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മുടെയൊക്കെ ജീവിതങ്ങൾ പരസ്പരം നമ്മളൊക്കെ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് മറ്റുള്ളവർ നമ്മളെക്കുറിച്ചൊരു നല്ല വാക്ക് പറയണം. നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ആ മനസ്സിൻ്റെ കോണിലെങ്കിലും ഒരു ചെറിയ തോതിലെങ്കിലും നമ്മളൊക്കെ ആഗ്രഹിക്കാറുള്ളതാണ്, അവരെന്നെക്കുറിച്ചൊന്നും നല്ലത് പറഞ്ഞിരുന്നെങ്കിൽ നല്ലതാണ്. കുടുംബത്തിലൊക്കെ ആണെങ്കിലും നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിയുമ്പോൾ ഭാര്യ പലപ്പോഴും ചിന്തിക്കും, ഭർത്താവ് ഒരു നല്ല വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു. അല്ലെങ്കിൽ ഒരു നല്ല പ്രവർത്തികൾ ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി എല്ലാ കർത്തവ്യങ്ങളും കൃത്യമായി നിർവഹിച്ചു കഴിയുമ്പോൾ ഭർത്താവ് പലപ്പോഴും ആഗ്രഹിക്കും, ഒരു നല്ല വാക്ക് എൻ്റെ ഭാര്യയുടെ കയ്യിൽ നിന്ന് കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന്. പ്രിയപ്പെട്ടവരത് നമ്മുടെ മാനുഷികമായ ഒരു ആഗ്രഹമാണ്. അതുകൊണ്ട് അത് മനസ്സിലാക്കി പൗലോസ്ലീഹ പറയാണ്, നിങ്ങൾ നല്ല പ്രവർത്തികൾ, അതായത് സൽപ്രവർത്തികൾ ചെയ്യുന്നതിന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രോത്സാഹിപ്പിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ആ ഒരു യാത്രയിൽ അത് എപ്പോഴും നമ്മുടെ ബന്ധങ്ങൾ കൂടുതൽ ഊഷ്മളമാകുവാനായിട്ട് അത് പരസ്പരം സഹായിക്കും. ഇതിൻ്റെ ഒരു തുടർച്ച, ഇതിന് ഇപ്രകാരം ഈ ഒരു വലിയ ഒരു സെൻറ്റൻസിലേക്കൊക്കെ പൗലോസ്ലീഹ എത്താനുള്ള പ്രധാന കാരണം സുവിശേഷത്തിൽ കാണുന്നുണ്ട്. നമ്മൾ വായിച്ചു കേട്ട സുവിശേഷ ഭാഗം മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 21 മുതലുള്ള തിരുവചന ഭാഗങ്ങളിൽ കാണുന്നത് ദൈവം ഒരിക്കലും മറച്ചു വയ്ക്കാനുള്ളതല്ല, മറിച്ച് അതിന് പകരമായിട്ട് അത് പീഠത്തിന്മേലോ അല്ലെങ്കിൽ ഉയർന്നൊരു സ്ഥലത്തോ എല്ലാവർക്കും പ്രകാശം കിട്ടുന്ന സ്ഥലത്താണ് അത് വയ്ക്കുക. ഓരോ ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതം എന്ന് പറയുന്നത് അത് പ്രകാശിതമാകാനായിട്ടുള്ളൊരു ജീവിതമാണ്. ഞങ്ങൾ സെമിനാരിയിൽ പണ്ട് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഭാഷയൊക്കെ കൂടുതൽ പഠിക്കുന്നതിന് വേണ്ടി ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു ഡിബേറ്റ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കാര്യത്തെക്കുറിച്ചുള്ള ഒരു തർക്കമൊക്കെ ഉണ്ടായിരുന്നു. വഴക്കുണ്ടാക്കുന്നതല്ല, ഒരു തർക്കം. അത് ഭാഷ കൂടുതൽ പഠിക്കുന്നതിന് വേണ്ടിയായിരുന്നു. അന്ന് ഞങ്ങളുടെ ആ ഒരു ഡിബേറ്റിൻ്റെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് എന്ന് പറഞ്ഞത് ഈസ് ഇന്ത്യ ഷൈനിങ്, അതായത് ഇന്ത്യ ഇന്ന് പ്രകാശിതമാണോ അല്ലയോ എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയ ഒരു ഡിബേറ്റിൻ്റെ ആ ഒരു ടോപ്പിക്. എല്ലാവരും ശക്തമായ ഭാഷയിലൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞത് മാത്രമല്ല, ഞാൻ ഇന്ന് ആലോചിക്കുകയായിരുന്നു,
ഓരോ ക്രിസ്ത്യാനിയെ നോക്കിയും ഈശോ പറഞ്ഞ കാര്യം ഇതാണ്: നമ്മൾ ഒരിക്കലും മറഞ്ഞിരിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരല്ല, മറിച്ച് പ്രകാശിക്കുന്നവരായിട്ട് നമ്മൾ മാറാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. അത് ക്രിസ്തുവിനെ നോക്കി പ്രകാശിതരായി സൽപ്രവർത്തികളാൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരായി നമ്മൾ ഓരോരുത്തരും മാറണം. ഇതിന് തുടർച്ചയായിട്ട് നമുക്ക് കാണാൻ പറ്റും, നമ്മൾ കൊടുക്കുന്ന അളവ് അതിനനുസരിച്ച് അതിനേക്കാൾ കൂടുതലായിട്ട് നമുക്ക് തിരിച്ചു കിട്ടും. അങ്ങനെയാണെങ്കിൽ തിന്മ പ്രവർത്തികൾ ചെയ്യുന്നതിനേക്കാൾ നല്ലത് സൽപ്രവർത്തികളാൽ നമ്മുടെ ജീവിതത്തെ ഫലഭൂയിഷ്ഠമാക്കുന്നതാണ്. പലപ്പോഴും നമ്മളൊക്കെ നല്ല പ്രവർത്തികൾ ചെയ്ത് നോക്കിക്കുകയും അതിൻ്റെ ഡബിൾ ഇഫക്റ്റിൽ നമുക്ക് പലപ്പോഴും അതിൻ്റെ ആ ഒരു പുണ്യങ്ങൾ തിരിച്ചു കിട്ടാറുണ്ട്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നത് മുഴുവനും മറ്റുള്ളവരുടെ കുറ്റങ്ങൾക്കും കുറ്റം പറച്ചിലുകളിലും ഒറ്റപ്പെടുത്തലുകൾക്കും അതിനൊക്കെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുമ്പോൾ അതിൻ്റെ ഡബിൾ ഇഫക്റ്റ് നമുക്ക് തിരിച്ചു കിട്ടുന്നത് എന്നുള്ള യാഥാർത്ഥ്യം പലപ്പോഴും നമ്മൾ വിസ്മരിച്ചു പോകാറുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ഒരു വചനഭാഗം നമ്മുടെയൊക്കെ ആത്മീയ ജീവിതത്തിലേക്ക് ഒരു വലിയ ഒരു ഉൾക്കാഴ്ചയാണ് നൽകുക. അതായത് പരസ്പരം എല്ലാവരെയും മാനിച്ച് സൽപ്രവർത്തികൾ ചെയ്യുന്നവരെ ചെയ്യുവാനായിട്ട് എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുകയും പ്രേരിപ്പിക്കുകയും ചെയ്ത് അതിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരായിട്ട് മാറുവാനായിട്ട് പരിശ്രമിക്കുക എന്നത്. അപ്രകാരം ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതങ്ങൾ പ്രകാശിതമാകും. അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം ക്രിസ്തുവിനെ നോക്കുക, ക്രിസ്തുവിലേക്ക് നോക്കുക, ക്രിസ്തുവിനെ നോക്കി പ്രകാശിതരാകുക. പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധ കുർബാനയും അതുതന്നെയാണ്. ഈശോയെ നമ്മൾ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ ഏറ്റെടുക്കുന്ന ഏറ്റവും വലിയ തീരുമാനം, ഇന്നു മുതൽ ക്രിസ്തു ചിന്തിച്ചതുപോലെ, ക്രിസ്തു പ്രവർത്തിച്ചതുപോലെ, ക്രിസ്തു ആഗ്രഹിക്കുന്നത് പോലെ ഞാൻ ജീവിക്കും. അപ്രകാരം ഒരു തീരുമാനമെടുക്കാനായിട്ടുള്ള ഒരു വലിയ കൃപയും അഭിഷേകവും നമുക്ക് ലഭിക്കുവാനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഈ വിശുദ്ധ കുർബാനയിൽ നമ്മുടെ എല്ലാ നിയോഗങ്ങളും ദൈവം സമർത്ഥമായി നൽകി നമ്മളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.